ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസാണ് ചെയ്യുന്നത്. റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തു. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണല്ലോ ഞാൻ വീണ്ടും ഈ റെഡിമെയ്ഡ് ബ്ലൗസ് കൊണ്ട് തന്നെ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇതിൽ ഞാൻ ഒത്തിരി കമൻസ് കണ്ടു. എന്നാന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുടെയും മാക്സിമം ആരുടെയും ക്വസ്റ്റിന് മറുപടി തരാതെ ഒരെണ്ണം പോലും കടന്നു പോയിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ഈ ബ്ലൗസുകളുടെ ഇടുന്ന അന്ന് കണ്ടമാനം എൻക്വയറി വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ തരാൻ പറ്റിയില്ല എന്ന് വരും. എങ്കിലും അത് നോക്കിയിരുന്ന് എന്നാന്ന് വെച്ചാൽ രാത്രി 11:30-12 വരെ ഇതിൻ്റെ റിപ്ലൈ തന്നിട്ടാണ് പോയിട്ടുള്ളൂ മിക്ക ദിവസങ്ങളിലും. എന്നിട്ടും പലർക്കും ഇതിൻ്റെ മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഇന്ന് ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ട് നാളെ വൈകിട്ട് പേയ്മെൻറ്റ് ഇടും. അന്നേരം ഞങ്ങളുടെ കയ്യിൽ ഈ സാധനം കാണില്ല. അന്നേരം അതിന് നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ ചോദിക്കുമ്പോൾ തന്നെ ഒരു റിപ്ലൈ ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താലാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് റിട്ടേൺ ഇല്ല. ഇതെല്ലാം സ്ട്രെച്ചബിൾ ബ്ലൗസുകളാണ്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കളറ്, ഇപ്പോൾ ഈ കളറിൽ എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് വരും. ചില കളറുകൾക്ക് വരാറുണ്ട്. എങ്കിലും ഞാനത് മാക്സിമം ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചിട്ടാണ് പോവുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചിലതിന് വരാറുമുണ്ട്. പിന്നെ 7 മണിക്ക് ഞാൻ ഷോപ്പ് അടച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ബ്ലൗസിൻ്റെ ചോദിക്കുമ്പോൾ ബ്ലൗസിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കതിൻ്റെ അളവും കളറും കറക്റ്റ് നോക്കാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഷോപ്പിൽ ചെല്ലട്ടെ നാളെ ഒരു 9 മണിക്ക് ശേഷം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല. എനിക്കത് നോക്കാതെ പറയാൻ പറ്റില്ലല്ലോ, ബ്ലൗസിൻ്റെ മാത്രം. പിന്നെ സാരികളോ ചുരിദാറുകളോ ആണെങ്കിൽ നമുക്ക് അതിലൊരു കൺഫ്യൂഷനില്ല, അതറിയാൻ പറ്റും. പിന്നെ നമുക്കിത് ഓരോന്നേ കാണാം. ഇതൊരു അക്കോബ ബ്ലൗസാട്ടോ. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ഐറ്റമാണ്. അക്കോബയിലാണ് ഈ സ്ട്രെച്ചബിൾ ബ്ലൗസ് വന്നിരിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഹോൾസ് സ്ലീവിൽ ലൈനിങ് ഇല്ല, പക്ഷേ ബോഡി പാർട്ടിൽ ലൈനിങ് ഉണ്ട്. അങ്ങനെയും കൂടെ ഒരു പ്രത്യേകത ഈ ബ്ലൗസ് പീസിന് ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇത് വരിക. ഞാൻ ഈ ഇട്ടിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ്. ഇതൊരു ഒണിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും കൂടെ വന്നിരിക്കുന്നുണ്ട്. 2 ലെയറാണ് ഇത്. ആദ്യമായിട്ടാട്ടോ ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്ലീവിൽ ആ ലൈനിങ് വന്നിട്ടുമില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 320 ഞാൻ വില പറഞ്ഞില്ല എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ തവണ എല്ലാത്തിൻ്റെയും അങ്ങനെ പറഞ്ഞു തന്നെ പോവാം. ഇതിൻ്റെ XXL കൂടെ അളവിലുണ്ട്. XL, XXL, XXL എന്നീ അളവുകളിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒന്നോടെ പറയാം, റിട്ടേൺ ഇല്ല. അതനുസരിച്ചപ്പോൾ അളവുകൾ നോക്കി നമ്മൾ എടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് അക്കോബ ബ്ലൗസ് ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഷെയ്ഡിൽ. ഈ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് തന്നെ ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? അപ്പോൾ പിന്നെ ഇത് ഫോട്ടോ എടുത്ത് അയക്കാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഭാഗത്ത് ഈ ഫോട്ടോ എടുത്ത് അയക്കുന്നതിന് നല്ലത് ഈ വീഡിയോസ് തന്നെയാണ്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മളോട് ഈ ഫോട്ടോ എടുത്ത് അയക്കാൻ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഇന്നത്തെ ഒരു കമൻറ്റ് കിടക്കുന്ന കണ്ടതാ, നിങ്ങൾ എന്തുകൊണ്ട് ഫോട്ടോ എടുത്ത് അയച്ചില്ല, അത് പിന്നീട് അത് എപ്പോഴോ അയച്ചു. എന്നാന്ന് വെച്ചാൽ ഇത്രയും ഓർഡർ വരുമ്പോൾ നമുക്കിത് ഫോട്ടോ എടുത്ത് അയക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആ ചോദിക്കുന്നത് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്, സാധിക്കാഞ്ഞിട്ടാട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഞാൻ വ്യക്തമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇതിനകത്ത് നോക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ കളറുകൾ അറിയാം. പിന്നെ നമ്മളിതൊരു ഫോട്ടോ എടുത്താലും ഇത് അതിന് മാത്രം ഇതിന്ന് വിസിബിൾ ആവില്ല. ഇത് കണ്ടോ, ഇത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നു, ഇത് ബാക്ക് പോർഷൻ. ഇത് അക്കോബയാണ്. അക്കോബ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്ലീവ്. സ്ലീവിൽ മാത്രം ലൈനിങ് ഇല്ല, ബോഡി പാർട്ടിൽ ലൈനിങ്ങും ഉണ്ട്. ഇതൊരു ചിക്കു ഷെയ്ഡ്. ഇങ്ങനെയുള്ള 5 കളറിലാണ് ഈ അക്കോബ ഡിസൈൻ ഉള്ളത് വന്നിരിക്കുന്നത്. XXL ഇതിനകത്ത്. XXL നമുക്ക് പലപ്പോഴും പലതിൻ്റെയും കിട്ടാറില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം XXL ഉണ്ട്. ഇത് കട്ടോരി കട്ടിൻ്റെയാണ്. ഞാനിത് കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തതാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കട്ടിംഗ് ഉണ്ട്, അതുപോലെ ഇത് ടക്കും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 265. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരിക. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്, ബ്ലാക്ക്, പർപ്പിൾ,
കോഫി ബ്രൗൺ എല്ലാം സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. ഇതിൽ ലൈൻസ് ആണ്, പിന്നെ ഇതിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് എന്ന് മാത്രം. ബാക്കിയെല്ലാം എല്ലാത്തിൻ്റെയും പോലെ തന്നെ. വൈറ്റ്, ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. പ്രിൻ്റാണ് ഇതിൽ വരിക. വൈറ്റിൽ പ്രിൻ്റ് വർക്ക് വരുന്നു. 250 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ മറ്റു കളേഴ്സ് ഒരു വൈൻ ഷെയ്ഡിലാണ് ഇത് വരിക. ബ്ലാക്ക്, ബ്ലൂ, ഇങ്ങനെയാണ് എല്ലാത്തിൻ്റെയും നെക്ക്. അതുപോലെ എല്ലാം സെയിം ആണ്. കൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മൾ വലിച്ചിടുമ്പോൾ തന്നെ ലെങ്ത് കിട്ടും. പിന്നെ ഇതിൻ്റെ ലെങ്തിനെ കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട്. നമ്മൾ ഇട്ട് വരുമ്പോൾ നല്ല ലെങ്ത്തിൽ തന്നെ ഇത് കിട്ടും. നമ്മൾ ഇട്ട് വരുമ്പോൾ ഇപ്പോൾ ഉപയോഗിച്ച് നോക്കിയവർ ഒത്തിരി ഉണ്ടാവും. അവർ തന്നെയാണ് അധികവും വീണ്ടും വീണ്ടും ഇത് എടുക്കുന്നത്. അപ്പോൾ അറിയാൻ പറ്റും. ബോട്ടിൽ ഗ്രീൻ 3XLൻ്റെ മാത്രമായിട്ട് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക. ഞാൻ പറഞ്ഞായിരുന്നു അക്കോബയിലൊക്കെ 3XL ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് സെപ്പറേറ്റ് കളറുകളായത് കാരണമാണ് ഒന്നോടെ കാണിക്കുന്നത്. ഇതെല്ലാം XXL ആണ്. ഇപ്പോൾ അതായത് ഒരു 40 സൈസ് മുകളിലേക്കുള്ളവർക്ക് ഇത് ആണ് സ്യൂട്ടബിൾ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 235. സെൽഫ് പ്രിൻ്റാണ്. പിസ്ത ഗ്രീൻ ഷെയ്ഡ്, പീകോക്ക് ബ്ലൂ, മജന്ത ഷെയ്ഡ്, സഫയർ ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ, മെറൂൺ, റെഡ്, കോഫി ബ്രൗൺ, ബ്ലാക്ക്. ഇത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരികൾക്ക് പറ്റിയ ഒന്നാണ്. ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡിൽ ത്രെഡ് വർക്ക് തന്നെയാണ് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 260. ഇത് അതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഒരു ഡിസൈനാണ് വരിക. ചിക്കു ഷെയ്ഡിൽ തന്നെ ഗോൾഡൻ വന്നിരിക്കുന്നു. ഇനി ചുങ്കിടി പ്രിൻ്റ് 240 ആണ് ഇതിൻ്റെ റേറ്റ്. ആണ് ചുങ്കിടി പ്രിൻ്റിൽ ബ്ലൂ, മെറൂൺ, റെഡ്, മജന്ത. ഇത് പിന്നെ ഈ ഇടുന്ന വഴിയെ പലരും ഒരു കംപ്ലൈൻറ്റ് പറയും, നിങ്ങൾ ഇടുന്ന വഴി ഇത് പിന്നെ സോൾഡ് ഔട്ട് ആയി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ ഇവിടെ കസ്റ്റമേഴ്സ് വരും. ചിലപ്പോൾ അവർ കാണുമ്പോൾ അത് ഇഷ്ടപ്പെടും, അപ്പോൾ എടുത്തുകൊണ്ട് പോകും അധികവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്ലൈ വരുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടും അല്ല കേട്ടോ. ബോട്ടിൽ ഗ്രീൻ, യെല്ലോ. ഇത് സീക്വൻസ് വർക്കുള്ളതാണിത്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാം. ഇത് കണ്ടോ, നല്ല കളറ്. ഇപ്പോൾ ഒരുവിധം ഏത് സാരികൾക്കായാലും നല്ലൊരു കളറാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ്. ഇതെല്ലാം പ്രിൻസസ് ടക്കാണ് കേട്ടോ. ഇത് ബാക്ക് വരുന്നു. സ്ലീവ് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരിക. എല്ലാത്തിൻ്റെയും സ്ലീവും ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 ആണ്. ഇതിൻ്റെ കളറുകൾ നമുക്ക് കാണാം. ഇത് നല്ലൊരു എന്താ പറയുക, ഒരു ചോക്ലേറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇതും സീക്വൻസ് വർക്കാണ് ഫുള്ളായിട്ടും. ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മളിനി ഫോട്ടോ എടുത്താൽ ഇത്രയും ക്ലിയർ ആയിട്ട് ഇതിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കണ്ടോ, ഇങ്ങനെയാണ്. സ്ട്രെച്ചബിൾ ആണ് ബ്ലൗസ്. ഇതൊരു സിൽവർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നിറയെ സീക്വൻസ് വർക്കാണ് വരിക. ഇത് മുഴുവൻ ഇങ്ങനെ ഇതിൻ്റെ ഉൾഭാഗം കേട്ടോ. മുഴുവൻ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു മെറൂൺ ഷെയ്ഡിൽ. ഇതൊരു സിൽവർ ബ്ലൗസാണ്. സിൽവറിൽ
നല്ല വർക്കാണ്. പഫ് കൈയും കൂടി ഇതിൽ വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഇത് വരിക. പഫ് കൈ ആയിട്ടാണ് വരുന്നത്. എല്ലാം സ്ട്രെച്ചബിളാണ്. ഇത് കണ്ടോ, നന്നായിട്ടും സ്ട്രെച്ചബിളാണ്. സീക്വൻസ് വർക്ക് തന്നെയാണ്. ഒരു പീകോക്ക് ബ്ലൂ. നമുക്കിത് മൾട്ടി കളറുകൾ ഇതിൽ വരുന്നുണ്ട് ഈ സീക്വൻസിൽ. എനിക്ക് ശരിക്കും ഞാൻ മാക്സിമം ഞാൻ ഭംഗിയായിട്ട് തന്നെ കാണട്ടെ എന്ന് ഓർത്താട്ടെ ഇങ്ങനെയും കൂടെ കാണിക്കുന്നത്. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ. റെഡ് സീക്വൻസ് വർക്കാണ്. ഗ്രീൻ, എല്ലാം സ്ട്രെച്ചബിൾ ബ്ലൗസാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം XXL ഉണ്ട്. പിങ്ക്, നമ്മുടെ വിഷുവിനൊക്കെ നമുക്കൊരു യെല്ലോ ഇടണമെന്ന് തോന്നിയാൽ ഒരു സെറ്റ് സാരിക്ക് ഒരു യെല്ലോ ബ്ലൗസ്. അപ്പോൾ ഇതിൽ പല ഷെയ്ഡിലുള്ള സീക്വൻസ് വർക്കുമാണ് വന്നിരിക്കുന്നത്. മെറൂൺ, എല്ലാം സ്ട്രെച്ചബിളാണ്. റേറ്റ് 300 ആണ്. ഇതൊരു ചെറുപയർ പച്ചയുടെ ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. ഇതേലും വേറെ കളറിലാണ്, മൾട്ടി കളറായിട്ട് തന്നെയാണ് കേട്ടോ വരിക. അപ്പോൾ പല സാരികൾക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു പർപ്പിൾ ഷെയ്ഡിൻ്റെ ഒരു ലൈറ്റായിട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, സ്വല്പമൊക്കെ ചിലപ്പോൾ ഈ കളറൊക്കെ മാറ്റം കാണുമോ, ഉണ്ടോ? ഇല്ല. അപ്പോൾ വലിയ മാറ്റങ്ങളില്ല, എന്നാലും ചെറിയ കളർ മാറ്റം വരുന്നുണ്ടാവും വീഡിയോയിൽ. ഇത് ബ്ലാക്ക്. ഇത് ഗോൾഡൻ പ്രിൻ്റാണ് ഇതിൽ വരിക. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിൽ ചെറിയ ഗോൾഡൻ പ്രിൻ്റായിട്ട് വരുന്നുണ്ട്. സ്ട്രെച്ചബിളാണ് എല്ലാം. അതുപോലെ ഇതിൻ്റെ എല്ലാം XL, XXL, XXL എന്നീ അളവുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗോൾഡൻ പ്രിൻ്റിലാണ് ഇത് വരിക. ഇതിൻ്റെ റേറ്റ് 250 ആണ്. ചിക്കു ഷെയ്ഡ്, ബ്ലൂ, റെഡ്, മജന്ത, ഒരു പീച്ച് ഷെയ്ഡ്, ലാവണ്ടർ, ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ്, മെറൂൺ. ഇനി ഗ്ലിറ്ററിങ് ഉള്ള ടൈപ്പാണ് വരിക. ഇതൊരു ബ്ലൂ ഷെയ്ഡിൽ ഫുള്ളായിട്ടും ഗ്ലിറ്ററിങ് ആണ്. മോഡലെല്ലാം സെയിം, എല്ലാം സ്ട്രെച്ചബിൾ തന്നെ. പിന്നെ ഇതിൻ്റെ ഈ ഓരോ ഡിസൈനുകളിലുള്ള മാറ്റമാണ്. ചിക്കു കളറിൽ ഗ്ലിറ്ററിങ് ആണ്. ഒരു പർപ്പിൾ ഷെയ്ഡ്, ഡാർക്ക് മെറൂണല്ല എന്നാൽ പർപ്പിളും അല്ലാത്ത നല്ലൊരു ഷെയ്ഡ്. വൈറ്റ്, ഇതൊക്കെ ഗ്ലിറ്ററിങ് ആണ് കേട്ടോ. ഗ്രേ, ഓണിയൻ പിങ്ക്, കോഫി ബ്രൗൺ, മെറൂൺ, റെഡ് തന്നെ പറയാം. ഇത് പ്ലെയിനിൽ സെൽഫ് പ്രിൻ്റായിട്ട് വരുന്നതാണ്. ഇതൊരു റെഡ് ഷെയ്ഡിലാണ് വരിക. വൈറ്റ് സെൽഫ് പ്രിൻ്റാണ്. ബ്ലാക്ക് സെൽഫ് പ്രിൻ്റിലാണ് വരിക. ചിക്കു ഷെയ്ഡ്. ഇത് ഗോൾഡൻ പ്രിൻ്റുള്ള ഒരു മോഡലാണിത്. ഒരു ഡിസൈൻ, ഒരു ഗോൾഡൻ പ്രിൻ്റിൽ ചിക്കുവിൽ ഗോൾഡൻ പ്രിൻ്റ് അല്ല, ഒരു ത്രെഡിൻ്റെ ഒരു ഇതായിട്ടാണ് വന്നിരിക്കുന്നത്.
ഇതിൻ്റെ റേറ്റ് വരുന്നത് 250. ഇത് സ്റ്റോൺ വർക്കാണ്, ബ്ലൂവിൽ സ്റ്റോൺ വർക്കാണ് വരിക. ഫ്രണ്ടിലാണ് കേട്ടോ ഈ സ്റ്റോൺ വർക്ക് വരുന്നത്, സ്ലീവിലും വരുന്നുണ്ട്. ഇതെല്ലാം 250 ആണ് റേറ്റ്. ബോട്ടിൽ ഗ്രീൻ്റെ വേറൊരു സ്റ്റോൺ വർക്കാണ്, ബ്ലൂ സ്റ്റോൺ വർക്ക് തന്നെയാണ്. ഇനി ഹൈനെക്കാണ് കാണിക്കുന്നത് കേട്ടോ. ഹൈനെക്കാണിത്, കണ്ടോ, നന്നായിട്ട് സ്ട്രെച്ചബിളാണ്, ഫുൾ സ്ലീവാണ്. റേറ്റ് 265. ബോട്ടിൽ ഗ്രീൻ ഇച്ചിരിയോടെ കട്ടിയുള്ള മെറ്റീരിയലാണ്, എങ്കിലും നല്ല സ്ട്രെച്ചബിളാണ്, ഫുൾ സ്ലീവുമാണ്. ഒരു ചിക്കു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്, ഫുൾ സ്ലീവ് തന്നെ ഉണ്ടോ, നല്ല ലെങ്ത് ഉണ്ട്, ഹൈനെക്കാണ്. ഇനി ഇത് ഹൈനെക്കല്ല, പക്ഷേ 3/4 സ്ലീവാണ് വരിക, ഒരു ഗ്രേ കളറിൽ. ഇതൊരു ബ്ലൂ ഷെയ്ഡ്, 3/4 സ്ലീവ്. പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്, 3/4 സ്ലീവുമാണ്. നല്ലൊരു യെല്ലോ ഷെയ്ഡ് മെറ്റീരിയൽ, ഇച്ചിരിയുടെ ഒരു കട്ടിയുള്ള ടൈപ്പ്, പക്ഷെ നല്ല സ്ട്രെച്ചബിളുമാണ്. ഇതൊരു ചിക്കു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ് ഇതിൻ്റെ സ്ലീവ് വന്നേക്കുന്നത്. റെഡ്, ഇതെല്ലാം സ്ലീവ് ലെങ്ത് ഉള്ളതാട്ടോ. ഇതൊരു പിങ്ക് ഷെയ്ഡ്, ഇതിനെല്ലാത്തിനും സ്ലീവിനും ലെങ്ത് ഉണ്ട്. ഇതൊരു പീച്ച് ഷെയ്ഡ്, ലെമൺ യെല്ലോ ഷെയ്ഡ്, സ്ലീവും നല്ല ലെങ്ത് ഉണ്ട്. സെൽഫ് പ്രിൻ്റ് ഉള്ളത് ബ്ലാക്ക്, ഇങ്ങനെയാണ് വരിക. ബോട്ടിൽ ഗ്രീൻ, ഒരു പർപ്പിൾ ഷെയ്ഡ്. ഇത് സ്റ്റിച്ചഡ് ബ്ലൗസാണ്, സ്ട്രെച്ചബിൾ അല്ല കേട്ടോ. ഇതൊരു സിൽക്ക്, ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മൾട്ടി പർപ്പസ്, അതായത് മൾട്ടി കളറിലുള്ള സാരിക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ചെറിയൊരു ഗ്ലാസ് വർക്ക് വരുന്നുണ്ട്, എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്, ബാന്തിനി പ്രിൻ്റാണ്. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഇങ്ങനെയും ബാക്ക് നെക്ക് ഇങ്ങനെയും വരും, ഒരു ടൈയും ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ അളവ് വരുന്നത് 34, 36, 38, 40 ഈ അളവിലാണ് ഇത് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 469 ആണ്. ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ് ഇത്. ഞാനിത് ഇവിടെ ഷോപ്പിൽ നമ്മൾ വിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, അങ്ങനെ ഞാൻ ഇതിനകത്ത് ഒന്ന് ഇട്ടതാണ്. ഇതും അതേ അളവ് തന്നെ, ഇതിലും ചെറിയ ചെറിയ പ്രിൻറ്റുകൾ ഇതുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ്, പല കളറ്. അപ്പം നമുക്ക് പല സാരികൾക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ പാഡഡ് ഇതാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ്, വിത്ത് ലൈനിങ്ങും ആണ് കേട്ടോ. ഫ്രണ്ട് ഇങ്ങനെയും ബാക്ക് ഇങ്ങനെയും വരുന്നു. ഇതിലൊരു ടൈ ഉണ്ട് നമുക്ക്. പിന്നെ ഇതിലൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉള്ളേക്കാളൊരു അളവ് കൂടുതലെടുത്താലും കൂടുതലാണ് എങ്കിലും നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, വണ്ണം കുറയ്ക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആണിത്, ഇങ്ങനെയാണ് ഫ്രണ്ട് ഓപ്പൺ ആണ്. റേറ്റ് വരുന്നത് 469. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ബ്ലൗസിൻ്റെ ഇപ്പം 32 സൈസ്, 32, 34 സൈസ് ഉള്ളവർക്ക് XL,
6 വരെ 36 വരെയുള്ളവർക്ക് XL, അത് കഴിഞ്ഞ് 36, 38 ഒക്കെ XXL, പിന്നെ 40 കഴിഞ്ഞ് XXL. ഈ അളവുകളിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരളവ് കൂടുതലായാലും നമുക്കത് യാതൊരു പ്രോബ്ലവും ഇല്ല. അതിൻ്റെ ഷോൾഡറിൻ്റെ വീതി നമുക്ക് കുറയ്ക്കാൻ പറ്റും, വണ്ണവും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് ബ്ലൗസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഓരോന്നിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ ആ കളറ് പറയുന്നതിനോടൊപ്പം തന്നെ ആ അളവും കൂടി ഒന്ന് പറയുക. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ അറിയാൻ പാടില്ല എങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞു തന്നോളാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിലേതാ ഇഷ്ടമാവുക എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് തന്നെ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. താങ്ക്